ഇറാഖ് ഉയർത്തെഴുന്നേൽപ്പിന്റെ പാതയിലാണെന്ന് ഇർബിൽ മെത്രാപ്പൊലീത്ത ആർച്ച് ബിഷപ്പ് ബാഷർ വർദ. ഇസ്ലാമിക ഭീകരതയെ തുടർന്ന് പലായനം ചെയ്ത ക്രൈസ്തവർ മടങ്ങിയെത്തുന്നതായും പ്രസ്തുത മാറ്റം ഇറാഖിൽ വളരെ പ്രകടമാകുന്നതായും മെത്രാപ്പൊലീത്ത വ്യക്തമാക്കി. ഇറാഖിൽ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പീഡനത്തെ തുടർന്ന് ഭൂരിഭാഗം ക്രൈസ്തവരും പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്തിരുന്നു. ഇത് ഇറാഖിലെ ക്രൈസ്തവ സഭയെ വല്ലാതെ ഉലയ്ക്കുകയും ക്രൈസ്തവരുടെ സംഖ്യ ക്രമാതീതമായി കുറയാനും കാരണമായി. 10 ലക്ഷത്തോളം ഉണ്ടായിരുന്ന ഇറാഖി ക്രൈസ്തവ സമൂഹം വെറും 2 ലക്ഷമായി ചുരുങ്ങി. എന്നാൽ ഇന്ന് 2014 അപേക്ഷിച്ച് ആക്രമണങ്ങൾ കുറഞ്ഞ സാഹചര്യത്തിൽ ഇറാഖിലെ ക്രൈസ്തവർ തങ്ങളുടെ മാതൃരാജ്യത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് ഇർബിൽ മെത്രാപ്പൊലീത്ത ആർച്ച് ബിഷപ്പ് ബാഷർ വർദ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ മാറ്റം വളരെ പ്രകടമാണെന്നും താരതമ്യേന ശാന്തമായ ഇർബിലിലാണ് പലരും തങ്ങുന്നതെന്നും മെത്രാപ്പൊലീത്ത വ്യക്തമാക്കി. തങ്ങളുടെ കുടുംബത്തെ ഇറാഖിലെ കത്തോലിക്ക അന്തരീക്ഷത്തിൽ വളർത്തണമെന്ന ആഗ്രഹത്തോടെയാണ് ഇവർ തിരികെ വന്നുകൊണ്ടിരിക്കുന്നതെന്ന് മെത്രാപ്പൊലീത്ത വ്യക്തമാക്കി. അമേരിക്കയിലെ ഒഹായോവിലെ കത്തോലിക്ക സർവകലാശാലയായ വാൽഷിൽ നിന്നും ഹോണററി ഡോക്ടറേറ്റ് സ്വീകരിക്കാൻ എത്തിയപ്പോഴാണ് മെത്രാപ്പൊലീത്ത ഇറാഖിലെ നിലവിലെ സാഹചര്യത്തെക്കുറിച്ച് വിവരിച്ചത്. ഇറാഖിലെ ക്രൈസ്തവ സമൂഹം ഉയർത്തെഴുന്നേൽപ്പിന്റെ പാതയിലാണെന്ന് വിശേഷിപ്പിച്ച മെത്രാപ്പൊലീത്ത 2021 ഫ്രാൻസിസ് പാപ്പയുടെ ഇറാഖ് സന്ദർശനവും ഇറാഖി ക്രൈസ്തവ സമൂഹത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ആക്കം കൂട്ടിയെന്നും ചൂണ്ടിക്കാട്ടി. വെറും 2000 മാത്രമായിരുന്ന ഇറാഖി ക്രൈസ്തവ കുടുംബങ്ങൾ 4000-ആയി വർദ്ധിച്ചിട്ടുണ്ടെന്നും മെത്രാപ്പൊലീത്ത വെളിപ്പെടുത്തി. പുതുതായി ഒരു ആശുപത്രിയും 4 സ്കൂളുകളും തുടങ്ങിയത് ഇതിന്റെ ഉദാഹരണമായി മെത്രാപ്പൊലീത്ത പറയുന്നു. ദൈവത്തിന്റെ പേരിലുള്ള അക്രമങ്ങൾ ഗുണം ചെയ്യില്ലെന്ന് മനസ്സിലാക്കിയ ഇസ്ലാം മതസ്ഥർ വരെ സ്വന്തം കുട്ടികളെ ക്രൈസ്തവ സ്കൂളുകളിലാണ് ചേർക്കുന്നതെന്നും മെത്രാപ്പൊലീത്ത പറഞ്ഞു. ഇറാഖി ക്രൈസ്തവ സമൂഹത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ടാണ് മെത്രാപ്പൊലീത്ത ഹോണററി ഡോക്ടറേറ്റ് സ്വീകരണ വേളയിലെ വാക്കുകൾ ചുരുക്കിയത്.